നമസ്കാരം. ഏവിയേറ്റർ ഗെയിംസിൻ്റെ പുതിയ കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. പ്രധാനമായിട്ടും നമുക്ക് ലോസിനെ കവർ ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഇതൊരു ചെറിയ ഷോർട്ട് വീഡിയോ ആണ്. നിങ്ങൾക്ക് ലോസ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആദ്യമായിട്ട് തന്നെ പറയുകയാണ്, ദയവ് ചെയ്ത് നിങ്ങൾ ആ ഗെയിമിനെ അധികം കണ്ടിന്യൂ ചെയ്ത് കുറച്ച് നാളത്തേക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. ഒരിക്കലും നിങ്ങൾ കളിക്കുന്ന ഗെയിമിൽ ലോസ് വന്നിട്ട് ആ ലോസിനെ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ എമൗണ്ട് ഇട്ട് ഒരേ ദിവസം തന്നെ ഒറ്റ ദിവസക്കാരിയാണ് പറയുന്നത്, കൂടുതൽ എമൗണ്ട് ഇട്ടിട്ട് വീണ്ടും നിങ്ങൾ അതിനെ കവറപ്പ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരമാണ്. കാരണം അവിടെ ആ ദിവസം അല്ലെങ്കിൽ ആ ഡേയിൽ നമ്മളുടെ ഗെയിമിനോ അല്ലെങ്കിൽ നമ്മൾ കളിക്കുന്ന രീതിക്കോ എന്തെങ്കിലും തകരാറുണ്ടാകും. അതുകൊണ്ടാണ് നമുക്കവിടെ എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റാത്തത്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ മൈൻഡിനെ നല്ല കൺട്രോൾഡ് അല്ല എങ്കിൽ അന്നത്തെ ദിവസം നിങ്ങൾ കളിക്കാതിരിക്കുക, പരമാവധി കളിക്കാതിരിക്കുക. കാരണം അങ്ങനെ കളിച്ചിട്ട് കാര്യമില്ല. കാരണം നിങ്ങളുടെ ചിന്ത മൊത്തം പോയ ലോസിനെ കുറിച്ചും അല്ലെങ്കിൽ വന്നിരിക്കുന്ന എമൗണ്ടിനെ കുറിച്ചും ഒക്കെ ആയിരിക്കും. അങ്ങനൊരു ചിന്തയായിട്ടൊക്കെ ഈ ഗെയിമിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന എമൗണ്ടുകൾ ഫുള്ളായിട്ട് തന്നെ പോകും. ഗ്യാരണ്ടീഡ് ആയിട്ട് ഞാൻ പറയാം, ഫുള്ളായിട്ട് പോകും. പിന്നെ നിങ്ങൾ ഒരു എമർജൻസി കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവിടെ ഇരുന്ന് കളിക്കുന്നതെങ്കിൽ, അതിന് വേണ്ടിയിട്ടുള്ള പണം ഉണ്ടാക്കാനാണ് കളിക്കുന്നതെങ്കിൽ അതും നിങ്ങൾക്ക് ഒരിക്കലും സ്യൂട്ടബിൾ അല്ല. കാരണം നിങ്ങളുടെ ചിന്ത മൊത്തം ആ എമർജൻസി കാര്യത്തിന് ഈ ഇവിടുന്ന് കിട്ടുന്ന എമൗണ്ട് കൊണ്ട് എങ്ങനെയെങ്കിലും നമ്മൾ കവറപ്പ് ചെയ്യണം എന്നുള്ള വ്യഗ്രത ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ എമൗണ്ട് എല്ലാം പോയി കിട്ടും. 100% ആ എമൗണ്ട് എല്ലാം പോയി കിട്ടും. കാരണം എനിക്ക് വന്ന കുറേ ക്യൂറീസിൽ അല്ലെങ്കിൽ ചോദ്യങ്ങളിൽ അല്ലെങ്കിൽ ആളുകൾ എന്നോട് ചോദിച്ചതിൽ ഇങ്ങനെയൊക്കെയായിരുന്നു. പലരും പല ആവശ്യങ്ങളുമായിട്ടാണ് വന്ന് കളിക്കാൻ നിൽക്കുന്നത്. അവരുടെ മനസ്സിലെല്ലാം ഇങ്ങനെ ഈ പറയുന്ന ആവശ്യങ്ങളാണ് പ്രയോറിറ്റി, അല്ലെങ്കിൽ ആവശ്യങ്ങളാണ് മുൻതൂക്കം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെല്ലാ റിസ്ക് കൊടുക്കും. അങ്ങനെ എല്ലാ റിസ്ക്കും എല്ലാ സമയത്തും പോയി എടുക്കുന്നതിൽ കാര്യമില്ല. നിങ്ങൾ ബുദ്ധിപരമായിട്ട് കളിക്കുക. ഒരു ബ്ലൈൻഡായിട്ട് കാർഡടിച്ച് പിടിവയ്ക്കുന്ന പരിപാടിയൊന്നും ഇതിൽ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പൈസ പോകും, അതിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ ഇതെങ്ങനെ ലോസ് കവർ ചെയ്ത് കളിക്കാൻ പറ്റും, ലോസിനെ എങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഏറ്റവും കംഫർട്ടാകുന്ന സമയത്ത് ഇരുന്ന് കളിക്കുക. ഓക്കെ, ഏറ്റവും കംഫർട്ടാകുന്ന സമയത്ത് കളിക്കുക. പിന്നെ നിങ്ങൾ റിസ്ക് പറ്റുന്നില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് 2 മുകളിലേക്ക് കളിക്കാതിരിക്കുക. നിങ്ങൾക്ക് റിസ്ക് പറ്റില്ല, നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ല എങ്കിൽ 2 മുകളിലേക്ക് പോകാതിരിക്കുക. അപ്പോൾ ചോദിക്കും, കണ്ടിന്യൂസ് ആയിട്ട് 7-8 റൗണ്ട് നിങ്ങൾക്ക് 1 താഴെ അല്ലെങ്കിൽ 1.5 താഴെ വരാൻ പാടില്ലേ? വരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 2 റൗണ്ട് കളിക്കുമ്പോഴത്തിൻ്റെ കാര്യം മനസ്സിലാകും, 2 റൗണ്ടും തോറ്റു. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ 3ാമത്തെ റൗണ്ട് ചിലപ്പോൾ കയറിയേക്കാം. അപ്പോഴും നിങ്ങൾ എമൗണ്ട് പ്ലേസ് ചെയ്തിരിക്കുക, വെയിറ്റ് ചെയ്യുക. അതിനുശേഷമുള്ള 2-3 റൗണ്ടോടെ നിങ്ങൾ വാച്ച് ചെയ്യുക. എന്നിട്ട് മാത്രം കളിച്ചാൽ മതി. അല്ലാതെ ഇതിൻ്റെ അകത്ത് വലിയ മാജിക്കൽ ട്രിക്കൊന്നുമില്ല. ഒരു ബേസിക് കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. പിന്നെയുള്ളത് ഭയങ്കരമായിട്ടുള്ള ഒബ്സർവേഷൻ വെച്ചിട്ടാണ്. അതിനുള്ള ക്ഷമ വേണം, അല്ലെങ്കിൽ അതിനുള്ള ക്ഷമയും സമയവും നമ്മൾ എടുത്തിട്ട് വേണം കളിക്കാൻ. ഇതൊന്നുമില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ക്യാഷുകാരനാകാം, ഒറ്റ ദിവസം കൊണ്ട് കോടിപതിയാകാമെന്നൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമില്ല. 100% അല്ലെങ്കിൽ 200% ഞാൻ പറയുന്നു, ഒരിക്കലും നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് ക്ഷമയോടെ കളിക്കുക, നല്ല ഒബ്സർവേഷനിൽ കളിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കി കളിക്കുക. പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ എടുത്ത് ചാടി വന്നിട്ട് കളിക്കാനിരിക്കുന്നവരോടും കൂടിയാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ ആദ്യം ഈ സാധനത്തിനെ ഒന്ന് കാണുക, ഒരു 2 ദിവസം എടുത്ത്. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് കംഫർട്ടാണ്, ഓക്കെ കൊള്ളാമെന്ന് തോന്നിയാൽ മാത്രം ഇതിലേക്ക് ഇറങ്ങിയാൽ മതി. ഇല്ലെങ്കിൽ ഉറപ്പാണ് നിങ്ങളുടെയും പൈസ പോകും. ചിലപ്പോൾ നിങ്ങളിടുന്ന 300 ആയിരിക്കാം. ആ 300 ആണെങ്കിലും അതിനൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ 300 രൂപ എന്ന് പറയുന്നതും ഒരു വാല്യൂ ഉള്ളതാണ്, അതും പോയി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ ലോസിനെ കുറയ്ക്കാൻ പറ്റും. അല്ലാതെ എൻ്റെ അത് വലിയ ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള ലൂപ്പോ ടൂൾസോ ഒന്നുമില്ല, ട്രിക്സ് ഇല്ല. ഈ കോൺസെപ്റ്റ്സിൽ റിയാലിറ്റിയിൽ നിന്നിട്ട് ചിന്തിക്കുക, റിയാലിറ്റിയിൽ നിന്ന് പ്രവർത്തിക്കുക. എങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ഞാൻ പിന്നെ വേറെ 2-3 വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട്, അതിൻ്റെ എഡിറ്റിങ്ങിലാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഒരാൾ മെസ്സേജ് അയച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, സീ യു.